തുടർച്ചയായി 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നിട്ടും ശക്തമായി തിരികെ വരുവാൻ കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സഹായിച്ച നിരവധി ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവരുടെ മികച്ച യുവനിര തന്നെയായിരുന്നു. PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടും അബിൻ വർക്കിയുമെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഏറെ സ്നേഹിക്കുന്ന യുവ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവരുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ആനുകൂല്യത്തിലും അവർ നടത്തിയ സമര പോരാട്ടങ്ങളുടെ വിജയത്തിൻ്റെ ഫലമായും കൂടിയാണ് UDFും കോൺഗ്രസും മിന്നും വിജയം നേടി 2026 കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ എത്തിയത്. എന്നാൽ അധികാര നഷ്ടം സംഭവിച്ച് ഒരു മാസം മാത്രം പിന്നിടുമ്പോഴേക്കും കേരളത്തിൽ CPMന് ഇനി ഒരു തിരിച്ചുവരവിൽ സാധ്യതയില്ല എന്ന നിലയിലേക്കാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് CPMൻ്റെ ദുർബലമായ ഒരു യുവനിരയാണ്. CPMൻ്റെ യുവനിര എന്ന് പറയുന്നത് ദുർബലമാണ് എന്ന് മാത്രമല്ല, യുവനിരയിലെ പ്രമുഖരായ പല നേതാക്കളും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യ കഥാപാത്രങ്ങളാണ്, ഒരു പടി കൂടി പറഞ്ഞാൽ കോമാളി കൂട്ടങ്ങളാണ് എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ CPMനെ ദുർബലമാക്കിയ, CPMനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യരാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട കോമാളി നേതാക്കളായിട്ടുള്ള 5 യുവ നേതാക്കളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് A റഹീം എന്ന DYFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും അഖിലേന്ത്യാ അധ്യക്ഷനുമായിരുന്ന ഇപ്പോഴത്തെ രാജ്യസഭാ MP ആയിട്ടുള്ള നേതാവാണ്. A റഹീം പാർലമെൻറ്റിനുള്ളിലും ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഓരോ തവണ വാ പൊളിക്കുമ്പോഴും അത് മലയാളികൾക്കാകെ അപമാനകരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ തീരെ പരിജ്ഞാനമില്ലാത്ത A റഹീം പക്ഷേ താൻ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന പിടിവാശി വെച്ചു പുലർത്തുന്നയാളാണ്. ഡൽഹിയിലെത്തിയാലും ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും A റഹീമിന് ഇംഗ്ലീഷ് തന്നെ നിർബന്ധമാണ്. എന്നാൽ A റഹീം ഇത്തരത്തിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുവാൻ, ഒരു വാക്യം പോലും പറഞ്ഞൊപ്പിക്കുവാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലും പാർലമെൻറ്റിലും പെടാപ്പാട് പെടുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് അപമാനകരമായിട്ടുള്ള കാഴ്ചയാണ്. അതുപോലെ തന്നെ A റഹീമിൻ്റെ പ്രസംഗങ്ങൾ, മലയാളത്തിലുള്ള വൈകാരിക പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ മലയാളികൾ ചിരിക്കുക എന്ന ഒരു വിരോധാഭാസവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം റഹീം ഇത്തരത്തിൽ നടത്തിയ വികാരഭരിതമായിട്ടുള്ള ചെങ്കടിയെക്കുറിച്ചും CPMനെ കുറിച്ചുമുള്ള പ്രസംഗങ്ങളെല്ലാം മലയാളികളെ ഉള്ളു തുറന്ന് ചിരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. റഹീമിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ ഏത് ടെൻഷനും ഓടിയൊളിക്കുമെന്നും ഹൃദയം തുറന്ന് ചിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് മലയാളികൾ ഇപ്പോൾ പറയുന്നത്. ഏതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും, അതായത് 2031 ആകുമ്പോഴേക്കും റഹീമിൻ്റെ രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞിരിക്കും. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും CPMന് വേണ്ടി ഏതെങ്കിലും സീറ്റിൽ നിന്ന് ഇദ്ദേഹം മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ റഹീം മത്സരിച്ചാൽ അത് ഏത് സീറ്റാണെങ്കിലും, പാർട്ടിയുടെ ഏത് പൊന്നാപുരം കോട്ടയാണെങ്കിലും, അവിടെ UDFൻ്റേതായി മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് ഏറെക്കുറെ വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യും. റഹീമിൻ്റെ പരിപൂർണ അർത്ഥത്തിലുള്ള ഒരു ശിഷ്യനാണ് ഈ പട്ടികയിൽ രണ്ടാം പേരുകാരൻ എന്ന് പറയുന്നത്. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ അഖിലേന്ത്യാ നേതാവുമായിട്ടുള്ള ജെയ്ക്സി തോമസ് ആണ് ഈ കഥാപാത്രം. ജെയ്ക്സി തോമസിൻ്റെ ഭാഷാശൈലി തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ കോമാളിയാക്കി മാറ്റുന്നത്. ചാനൽ സംവാദങ്ങളിലും പൊതുപ്രസംഗങ്ങളിലുമെല്ലാം ജേക്ക് ഉപയോഗിക്കുന്ന ഭാഷ കേൾക്കുന്ന മലയാളികൾ ഈ പാർട്ടിയിൽ നേരാവണ്ണം മലയാളം സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള ഒരുത്തനും ഇല്ലേടെ എന്ന പരിഹാസം പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ജേക്കിനെ അടുത്തെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഒരെണ്ണം കൊടുക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന അനവധി മലയാളികളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പ്രധാനപ്പെട്ട കാരണം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോരായ്മയല്ല, നേരെ മറിച്ച് ജനങ്ങളെ വെറുപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയാണ്. ഏതൊക്കെയാണെങ്കിലും ജെയ്ക്സി തോമസ് എന്ന CPMൻ്റെ ഈ ഭാഷാ പണ്ഡിതനോട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഒരു കാലത്തും ഒരു ദയാദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴെല്ലാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ അപ്പോഴെല്ലാം അദ്ദേഹത്തെ ആഞ്ഞു വോട്ട് ചെയ്ത് തോൽപ്പിക്കുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉത്തരവാദിത്വം പുതുപ്പള്ളിയിലെ ജനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ജെയ്ക്സി തോമസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ പ്രായത്തിനിടയിൽ, ഏറ്റവും കുറഞ്ഞ കാലയളവിനിടയിൽ ഏറ്റവും അധികം നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ നേടിയെടുത്ത ഒരു നേതാവ് എന്നൊരു അംഗീകാരം കൂടി ഈ കാലയളവിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. A റഹീമും ജെയ്ക്സി തോമസും കഴിഞ്ഞാൽ ഈ പട്ടികയിൽ മൂന്നാമനായി ഇടം പിടിക്കുന്നത് വെറുമൊരു കോമാളി മാത്രമല്ല, ഒരു വിഖ്യാത ഗുണ്ട കൂടിയാണ് എന്നത് പ്രത്യേകതയാണ്. മറ്റാരുമല്ല, SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PM മാർഷോയാണ് ഈ കഥാപാത്രം. പരീക്ഷ എഴുതാതെ പാസ്സാകുക, ഡിഗ്രി തോറ്റതിന് ശേഷവും PGക്ക് അഡ്മിഷൻ എടുക്കുക എന്നതൊക്കെ ആ ഷോയുടെ ചെറിയ വിനോദങ്ങളാണ്. അതുപോലെ തന്നെ സഹപ്രവർത്തകയായ, അതായത് സ്വന്തം മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ CPIയുടെ വനിതാ നേതാവിനോട് നിൻ്റെ അടിനാഭി ചവിട്ടിക്കലക്കുമെന്ന് പറയുന്നതും, നീ തന്തയില്ലാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം ആ ഷോയുടെ ചെറിയ കലാവിരുതുകളാണ്. ഏതൊക്കെയാണെങ്കിലും PM മാർഷോയെ
സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം ആ ഒരു ക്രിമിനൽ മാനദണ്ഡം വെച്ചു പുലർത്തി എന്നൊരു പരിഹാസവും ഇപ്പോൾ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. മുൻകാല സഹപ്രവർത്തകയും കൂട്ടുകാരിയുമായിരുന്ന വിദ്യ എന്ന പെൺകുട്ടിയാണ് ആർഷോ വിവാഹം കഴിച്ചത്. ഈ വിദ്യയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ സർക്കാർ കോളേജിൽ ജോലി നേടുവാനായി മഹാരാജാസ് കോളേജിൻ്റെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തതിൻ്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റിലാകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് വിദ്യ. ഈ ഒരു പശ്ചാത്തലം കണക്കിലെടുത്താണ് പലപ്പോഴും ചക്കിക്കൊത്ത ചങ്കരൻ അല്ലെങ്കിൽ ആർഷോയ്ക്ക് ചേർന്ന പെൺകുട്ടി എന്ന വിലയിരുത്തലിലേക്ക് ഇവരുടെ വിവാഹത്തിന് ശേഷം രാഷ്ട്രീയ കേരളം എത്തിച്ചേർന്നു. ആർഷോയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണ്ടാ പരിവേഷത്തിന് പാലക്കാട് വെച്ചുണ്ടായിട്ടുള്ള ഒരു ആഘാതമാണ് അല്ലെങ്കിൽ തിരിച്ചടിയാണ്. അതായത് ഒരു ചാനലിൻ്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിക്കെതിരെ തൻ്റെ പതിവ് ശൈലിയിൽ ഗുണ്ടാ സംസ്കാരം പുറത്തെടുത്തുകൊണ്ട് പ്രതികരിച്ച PM ആർഷോയോട് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അയാളെ കൈക്കരുത്തുകൊണ്ട് നേരിട്ടാണ് BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ മറുപടി നൽകിയത്. പൊതുജനങ്ങൾക്ക് മുമ്പിലും ക്യാമറകൾക്ക് മുമ്പിലും ഉണ്ടായ ഈ അപമാനം ആർഷോയെ ഏറെ തളർത്തിക്കറഞ്ഞു എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഈ പട്ടികയിലെ 4-ാം പേരുകാരൻ എന്ന് പറയുന്നത് DYFIയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വസീഫ് എന്ന് പറയുന്ന നേതാവാണ്. ഇദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. കൊമേഴ്സിൽ PG ബിരുദം നേടിയെടുത്തിട്ടുള്ള ആളാണ്. വസീഫ് ഒരു അധ്യാപകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും അധികം വിഷമിച്ചത് അദ്ദേഹം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്താണ്. കാരണം ഇയാളുടെ ചാനൽ ചർച്ചകളുടെ പ്രകടനത്തിൻ്റെ നിലവാരത്തിലോ പ്രസംഗങ്ങളുടെയോ പ്രസ്താവനകളുടെയോ നിലവാരത്തിലോ ആണ് ഇയാൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടികളുടെ ഭാവി തന്നെ അരക്ഷിതമായി എന്ന കാര്യത്തിലും തർക്കം വേണ്ട. അത്രമാത്രം അബദ്ധങ്ങൾ നിറഞ്ഞ വാദമുഖങ്ങളാണ് വസീഫ് ഈ അവസരങ്ങളിലെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് സ്വയം പരിഹാസ്യനായി മാറാറുള്ളത്. ഈ പട്ടികയിലെ 5-ാം പേരുകാരൻ എന്ന് പറയുന്നത് ഒരു റൈസിംഗ് സ്റ്റാറാണ്. മറ്റാരുമല്ല, SFIയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള P ശിവപ്രസാദാണ്. ശിവപ്രസാദ് മൈക്ക് കൈകൊണ്ട് തൊട്ടാൽ അത് ട്രോളന്മാർക്കൊരു ചാകരയാണ്. ദിവസങ്ങളോളം ലക്ഷക്കണക്കിന് വ്യൂവർമാരെ ആകർഷിക്കുവാൻ കഴിയുന്ന വിഷയങ്ങൾ ശിവപ്രസാദിൻ്റെ ഓരോ പ്രസംഗങ്ങളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർക്കും പരിഹാസകർക്കും ട്രോളർമാർക്കും ലഭിക്കുകയുണ്ടാകും. ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ശിവപ്രസാദ് നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ലാത്തിചാർജിനിടെ തല്ലിയ പോലീസുകാരുടെ കയ്യിൽ നിന്ന് മീനിൻ്റെ മണം വന്നു എന്നുള്ള കണ്ടെത്തലായിരുന്നു. ഏതൊക്കെയാണെങ്കിലും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടനയെ ഇത്രമാത്രം പരിഹാസ്യമാക്കിയ, കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രമാത്രം പരിഹാസ്യമാക്കിയ മറ്റൊരു സംസ്ഥാന അധ്യക്ഷൻ ഇല്ല എന്നും ശിവപ്രസാദിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറച്ചു പറയുവാൻ സാധിക്കും. ശിവപ്രസാദ് SFIയുടെ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് ജെയ്സി തോമസ് എന്ന നേതാവാണ്. ജെയ്സി തോമസിനേക്കാൾ മോശപ്പെട്ട കോമാളിയായിട്ടുള്ള ഒരു സംസ്ഥാന അധ്യക്ഷൻ SFIക്ക് ഉണ്ടായി എന്നുള്ളിടത്താണ് ശിവപ്രസാദ് ജയിക്കിനൊരു ശാപമോക്ഷം നൽകിയിട്ടുള്ളത്. ഈ 5 പേരിൽ ഒതുങ്ങുന്നതല്ല കോമാളിക്കൂട്ടങ്ങളായിട്ടുള്ള CPMൻ്റെ യുവ നേതാക്കളുടെ പട്ടിക എന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ആര്യ രാജേന്ദ്രനുണ്ട്, ചിന്താ ജെറോമുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര CPMൻ്റെ യുവ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടേണ്ടവരാണ്. ഏതൊക്കെയാണെങ്കിലും സമയപരിധി മൂലം ഈ പ്രധാനപ്പെട്ട 5 പേരുകാരെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.